Hello. അപ്പോൾ നമുക്ക് കുറച്ച് പേരൊക്കെ വന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇ പി രമേശ്, ഗുഡ് ഈവനിങ് അങ്കിൾ. മഞ്ജുള ശ്രീജിത്ത്, ഹായ്. ഹലോ ആൻറ്റി. സുജാ മുകുന്ദൻ, ഹായ് ഡിയർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആൻറ്റി. വിദ്യാസാഗർ കേശവ്, സുഖമാണോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. അങ്കിളിനൊക്കെ സുഖല്ലേ? രത്നാകരൻ രത്നൻ, ഹായ് തീർത്ഥ, ഹലോ. ദേവാസ് ദേവ, ഹായ്, ഹലോ. കെ മോഹൻദാസ് അങ്കിൾ, ഹായ് മോളെ, വെൽക്കം ഓൺ ബോർഡ്, താങ്ക് യു. വിദ്യാസാഗർ കൃഷ്ണലീല വി കെ, ഹായ് തീർത്ഥ മോളെ, ഹലോ. ഹലോ ആൻറ്റി. ഷീല വർഗീസ്, ഷീല ആൻറ്റി വളരെ മിച്ചുണ്ട്. അപ്പം കുറച്ചാൾക്കാരും കൂടിയൊക്കെ വന്നിട്ട് നമുക്ക് തുടങ്ങാം. വിദ്യാശങ്കർ കടക്കും, ഹായ്, ഗുഡ് ഈവനിങ്. ഹലോ. ബിനു നായർ, ഗുഡ് ഈവനിങ് അങ്കിൾ. ശോഭ തെക്കേരത്ത്, ഹായ്, ഹലോ ആൻറ്റി. ഷീല വർഗീസ്, സുന്ദരി അയക്കുന്നു, താങ്ക് യു ആൻറ്റി. ബി എം പ്രസാദ് അങ്കിൾ, ഹായ് തീർത്ഥമോളെ, ഹലോ അങ്കിളെ. രമ കെ കുട്ടി, ഹായ്, ഹലോ ആൻറ്റി. എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കണുണ്ടാവില്ലേ? കേൾക്കണുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജയ കെയ, കോട്ടക്കലിന്റെ അഭിമാനമാകണം കേട്ടോ. ഓക്കെ, എന്തായാലും. അപ്പോ എല്ലാരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരിക്കും എന്നറിയാം. എല്ലാരും സുഖമായിട്ടിരിക്കണോ? അപ്പൊ ആർക്കും പുറത്തൊന്നും പോവാൻ പറ്റാണ്ട് എല്ലാരും ഭയങ്കര വിഷമത്തിലിരിക്കും. ഞാനും അതെ, കൊറേ കാലമായി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര എന്തോ അറിയാണ്ട്. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പെട്ടെന്ന് ഈ കൊറോണയൊക്കെ വേഗം മാറ്റട്ടെ ദൈവം, എന്നിട്ട് എല്ലാം വേഗം പഴയ പോലെ ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും കാണാനും എല്ലാവർക്കും സന്തോഷിക്കാനൊക്കെ പറ്റട്ടെ.
അപ്പോൾ നമ്മുടെ ഇതില് കുറെ പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാവരും കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ തീർത്ഥ സത്യൻ, കോട്ടക്കലാണ് ഞാൻ താമസിക്കുന്നത്, മലപ്പുറം. ഇന്ന് ഇങ്ങനെ ഈ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ ലൈവിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇന്നാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത്. കാരണം ഞാൻ ചെയ്ത ലൈവുകളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലൈവാണിത്. കാരണം എന്റെ കഴിവ് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാല് അതിലും വലിയ സന്തോഷമുള്ള വേറെ ഒരു കാര്യമില്ല. അപ്പോൾ ഇന്നിവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ എന്നെ ഇവിടെ ഇതിലേക്ക് ക്ഷണിച്ച ജയശ്രീ ടീച്ചർക്കും അതുപോലെ തന്നെ ലക്ഷ്മി ആന്റിക്കും അതുപോലെ തന്നെ രമേശ് അങ്കിളിനും എൻ്റെ ഒരുപാട് നന്ദി. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എൻ്റെ ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ ഈ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഒരു 12 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ കല്യാണങ്ങൾ നടത്തി കൊടുത്തു. അപ്പൊ ഇപ്പത്തെ ഈ ലൈവിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുടെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഉള്ള തുക ശേഖരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ലൈവാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരിക്കൽ കൂടി ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ 100 രൂപയിൽ കുറയാതെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് നമ്പറിൽ അല്ലെങ്കിൽ നമ്പറിൽ നിങ്ങളെ കൊണ്ട് ആവുന്ന തുക കൊടുത്ത് സഹായിക്കുക. അങ്ങനെയാകുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവും. എൻ്റെ പാട്ട് കേട്ട് എന്നെ സന്തോഷിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തുക കൊടുത്ത് സഹായിക്കാൻ ശ്രമിക്കുക. അപ്പോ ഞാൻ ആദ്യം തന്നെ ഒരു ഭക്തിഗാനം പാടിയിട്ട് പറഞ്ഞു. അപ്പോ വിദ്യാസാഗർ കേശവ അങ്കിള് വെൽ ബിഗൻ വിത്ത് ഡിവോഷണൽ സോങ്. താങ്ക് യു അങ്കിൾ. ഗിരീഷ് ബാബു അങ്കിൾ ഹായ്, നമസ്കാരം മോളെ. നമസ്കാരം അങ്കിൾ. ജയ പ്രസാദ് ആൻറ്റി താങ്ക് യു. പി എം പ്രസാദ് അങ്കിൾ സരസ്വതി സ്റ്റുഡിയോയിലുള്ള തുടക്കം ഗംഭീരം. താങ്ക് യു അങ്കിൾ. ഗിരീഷ് ബാബു സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എവിടെയും പോകാൻ പറ്റാണ്ട് ഇങ്ങനെ
ഇരിക്കുക. എനിക്ക് പിന്നെ നല്ല മഴയാണ്. അപ്പോൾ ഭയങ്കര എന്താണ് തണുപ്പ് ഇതൊക്കെയാണ്. ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുക. അപ്പൊ ചിലപ്പം നിങ്ങൾക്ക് കേൾക്കുണ്ടാവുമായിരിക്കും മഴ ശബ്ദം. അപ്പൊ ചിലപ്പോ എന്റെ പാട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇവിടെ നല്ല മഴ ഉണ്ട്, അതുകൊണ്ടാണ് അതാണ് ആ ശബ്ദം. ഷുക്കൂർ പ്രസ്തി സൂപ്പർവൈസ്, താങ്ക് യു. ദേവി സ്റ്റാർട്ടിങ് സൂപ്പർ, താങ്ക് യു. സുന്ദരിക്കുട്ടി സൂപ്പർ ആലാപനം. ദീപ ജയപ്രകാശ്, താങ്ക് യു ആൻറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 100 രൂപയിൽ കുറയാതെ നിങ്ങളെ കൊണ്ട് ആവുന്ന തുക ഇവർക്ക് വേണ്ടി സംഭാവന ചെയ്യാം. കാരണം എൻ്റെ ഈ പാട്ട് കേട്ട് എൻ്റെ ഈ പാട്ട് പാടുമ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന 11 കുടുംബങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടാവുന്ന തുക ഈ കൊടുത്ത എന്താ പറയുക ഈ അക്കൗണ്ട് നമ്പറിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ ഒന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന തുക സംഭാവന ചെയ്യാം. ഭാരതി പുത്തൻ വീട്, ഹായ് കേൾക്കുന്നുണ്ട്. ഹലോ. ചിലപ്പോ ഞാൻ പേര് വായിക്കുമ്പോ എനിക്ക് ആന്റിയാണോ അങ്കിളാണോ ചേട്ടനാണോ ചേച്ചിയാണോ അനിയത്തിയാണോ ആരാണോന്ന് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങളെ ഇനിയിപ്പോ ചിലവർക്ക് ഉണ്ടാവുമല്ലോ ഈ പേര് അല്ലെങ്കിൽ പങ്കിളിനൊക്കെ വിളിക്കുമ്പോ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊന്നും വിചാരിക്കരുത്, എനിക്ക് ആരാന്ന് മനസ്സിലാവാനിട്ടാണ്. അപ്പൊ ഞാൻ അടുത്തൊരു പാട്ട് പാടാം. ഹൃദയമുരളിക തകർന്നു പാടുന്നു രാഗം ശോകം ഇളം കുളിരുമായൊരു കുളിർ ചിറകൊടിഞ്ഞ കിനാക്കളിൽ ഇതൾ പൊഴിഞ്ഞ സുമങ്ങളിൽ ചിറകൊടിഞ്ഞ കിനാക്കളിൽ ഇതൾ പൊഴിഞ്ഞ സുമങ്ങളിൽ നിഴൽ പടർന്ന നിരാശയിൽ തരളമന്ത്രവികാരമായി നീന്റെ ജീവനിൽ ഉണരൂ ദേവാ. ഇളം കുളിരുമായൊരു കുളിർ നിരിച്ചെപ്പിൻ തിരകഥന കടൽ. ഗിരീഷ് ബാബു അടിപൊളി, താങ്ക് യു. മനു കുമാരൻ ആരോ വേണ്ടി വ്യക്തമാണ് നിങ്ങൾക്ക്. വിദ്യാസാഗർ കേശവ അസലായി, താങ്ക് യു അങ്കിൾ. രാജു കേക്ക് കരിങ്ങരടിയുടെ ട്രൈ ചെയ്യാം. അത്ര കൊച്ച ഞാനിപ്പോ ചെറുതല്ലേ, കുറച്ചൊക്കെ പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറ്റുമെന്ന് ശ്രമിക്കാം. അല്ലാണ്ട് എന്താ പറയാ. ജനാർദ്ദനൻ അപ്പൊ ചിലപ്പോ നിങ്ങളൊക്കെ കുറെ പാട്ടൊക്കെ ചിലപ്പോ കമന്റ് ചെയ്യായിരിക്കും.
മിക്കവാറും ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഒരുപാട് പാട്ടുകൾ വരാറുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവുമല്ലോ, അല്ലാണ്ട് നമ്മൾ പാടി പരിചയമില്ലാത്ത കേട്ട് പരിചയമുള്ള പാട്ടുകളുണ്ട്. അപ്പം അതൊക്കെ പാടുമ്പോൾ അതൊക്കെ വലിയ 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 ആൾക്കാർ എഴുതിയതും സംഗീതം ചെയ്തതുമായിട്ടുള്ള പാട്ടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ എനിക്ക് അറിയുന്ന പോലെ കുറെ കാലമായിട്ട് പാടിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അറിയാണ്ട പാട്ട് പാടുമ്പോൾ എന്താ വെച്ചാൽ ലിറിക്സും ഇതൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ അതൊരു സങ്കടമല്ലേ. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാട്ടുകൾ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് പാട്ടുകളാണ് പാടുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അയ്യോ കുട്ടി അത് പാടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം ചിലപ്പോൾ നീ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് അതൊരു സങ്കടമാവില്ല, എനിക്ക് ഭയങ്കര സങ്കടമാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പാടാത്തത്. എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ ഇതിലുണ്ട്, ഉണ്ടാന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കലും സങ്കടം വിചാരിക്കരുത്. രാകേഷ് KR അമ്മൂട്ടി, ഗിരീഷ് കുമാരൻ തിരുവോട്, ഹായ്, ഹലോ അങ്കിൾ. അപ്പൊ ഞാന് അടുത്തൊരു പാട്ട് പാടാം. മഹേഷ് KYD സൂപ്പർ, താങ്ക് യു. വിദ്യാസാഗർ കേശ പക്കാല സൂപ്പർ, താങ്ക് യു. ആരും മറക്കാതിരിക്കുക. പ്രസാദങ്ങൾ 500 രൂപ അയച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷങ്ങള്. വേറെ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പാടുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ ആരും അയച്ചിട്ടില്ലെങ്കിൽ മറക്കാതെ നിങ്ങൾ കൊണ്ടാവുന്ന പൈസ തുക ഈ അക്കൗണ്ട് നമ്പറിൽ അയക്കുക പ്ലീസ്, ദയവ് ചെയ്ത് അയക്കുക. കാരണം അവരുടെ തുടർന്നുള്ള ജീവിതത്തിന് അത് ഒരുപാട് സഹായം നൽകും. അപ്പോൾ
ഷാജി PC 500 rupees ഓഫർ ചെയ്യുന്നു. താങ്ക് യു അത്. ദേവാസുഖു താങ്ക് യു. കൃഷ്ണലീല ബ്യൂട്ടിഫുൾ മൂർത്തി താങ്ക് യു. ഹായ് തീർത്ഥ. മാരിവില്യൻ ഫുള്ളായി പാടുമോ? ഏത് മാരിവില്യൻ തരുന്നത്? ഫുള്ള് ഞാൻ പല്ലവി മാത്രം പാടും. മാരിവില്ലിൻ തേന്മലരേ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ മാരിവില്ലിൻ തേന്മലരേ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതി തുള്ളി നിൽക്കവേ കൊതി തുള്ളി നിൽക്കവേ തേന്മഴ തൂകാൻ ഉൾക്കുളിർപ്പാകാൻ നീ വിദ്യാസാഗർ കിഷോർ. മാരിവില്യൻ വളരെ ഇഷ്ടമായി. താങ്ക് യു അങ്കിൾ. അപ്പു തരവൻ സൂപ്പർ. താങ്ക് യു. ഗിരീഷ് ബാബു അടിപൊളിയുണ്ട്. താങ്ക് യു. അപ്പൊ ഞാൻ അടുത്തൊരു പാട്ട് പാടാം. അടുത്ത പാട്ട്
തലൻ സൂപ്പർ തലൻ, താങ്ക് യു. തലരിട്ടതിനകത്ത് നല്ല രസമുണ്ടായിരുന്നു നിങ്ങളെ. താങ്ക് യു. VM പ്രസാദ് ഉണ്ട്, നൈസ്, താങ്ക് യു അങ്ങളെ. ചെയ്യാ കേയാറുണ്ട് നീ കണ്ണ. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായ ജന്മം. എന്തേ നീ കൃഷ്ണ കൃഷ്ണ എന്തേ നീ കൃഷ്ണ എന്നെ നീ കണ്ടില്ല ഇന്നു കഴിയുന്നു പാവമീ ഗോപിക. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായ ജന്മം. അപ്പോൾ നിങ്ങൾ ഈ ലൈവ് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പാടുന്ന പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ടാകുന്ന ഒരു 100 രൂപയിൽ കുറയാതെ എന്താണ് ഇതിൽ ഡിസ്ക്രിപ്ഷനിലിട്ട അക്കൗണ്ട് നമ്പറിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾക്കാവുന്ന തുക സംഭാവന ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരുപാട് പേർക്ക് സഹായം ചെയ്യും. എനിക്കും കൂടി ഭയങ്കര സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 200 അയക്കും. മോഹൻദാസ് മഠത്തിൽ അങ്കിള് 200 രൂപ അയച്ചിട്ടുണ്ട്. ഒരുപാട് താങ്ക് യു അങ്കിൾ. വെരി നൈസ് മോളെ. മോഹൻദാസ് അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു അങ്കിൾ. ഇവിടെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഭയങ്കര തണുപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാൻ ഇട്ടിട്ടില്ല. ഫാൻ ഇട്ടാൽ ചിലപ്പം നിങ്ങൾക്കൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് അരോചകമായിരിക്കും. അതുകൊണ്ട് ഫാൻ ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് ചൂടുണ്ട്. മുതിക്കൊണ്ടിരിക്കും. പിന്നെ ഈ മുടി ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര ചൂടാകാണ്. സഫിയ തലകിട്ടൊക്കെ നന്നായിട്ടുണ്ട്. താങ്ക് യു ആൻറ്റി. ചേച്ചി ആരാന്നറിയില്ല. ശോഭ കേരത്ത്. ഹരിലാൽ എസ് ഹരി. ഹായ് ഹലോ. മഴ മാറിയോ? മഴ ഏറെക്കുറെ മഴ മാറി. അടുത്തത് അടുത്ത പാട്ട് പാടാം കേട്ടോ. ഫാൻ ഇട്ടോട് ചെറുതായിട്ട് ഇവിടുത്തെ ഫാനിന് ഭയങ്കര ശബ്ദമാണ്. ചെറുതായിട്ട് ഇട്ടാല് ഇവിടെ മൊത്തം പാറി പോകും. അങ്ങനത്തെ ഒരു ഫാനാണ്. ഭയങ്കര ശബ്ദമാണ്. അപ്പൊ അതുകൊണ്ട് ഇടാൻ പറ്റില്ല. അതിപ്പോ ഏറ്റവും കുറച്ചിട്ടാലും ഭയങ്കര ശബ്ദമാണ്. അതാണ് ഇടാത്തത്. എനിക്ക് തോന്നുന്നു. മിനി രാധാകൃഷ്ണൻ ഹായ് ഹലോ. പിന്നെ അഖിൽ CN ഹായ് തീർത്ത ഹലോ. മിനി രാധാകൃഷ്ണൻ അമ്മച്ചി കുഞ്ഞായിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത പാട്ട് പാടാം. അടുത്ത പാട്ട്
300 രൂപ മനോജ് കോലത്ത് നൽകുന്നു. 300 രൂപ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് നന്ദി. തീർത്ഥസത്യം കോട്ടയ്ക്ക് മൂളു. എന്തോ രതികുമാർ ഒരു കവിത മൂളു. ശാന്തരിക്കുട്ടിക്ക് സുന്ദരി സൂപ്പർ. എൻ്റെ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറാണ് കേട്ടോ. അപ്പം അടുത്തത് ഷീലാൻഡി എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു പാട്ടാണ്. എപ്പോൾ ലൈവില് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പാടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ആൻറ്റിക്ക് വേണ്ടി ആ പാട്ടിൻ്റെ കുറച്ച് പാടാം. വിദ്യാസാഗർ കേശവ് കണ്ണേ കലൈമാനി അടിപൊളി. താങ്ക് യു അങ്കിൾ. ഹലോ തീർത്ഥ അടിപൊളി നന്നായിട്ടുണ്ട്. വിജീഷ് തീർത്ഥ ഫാൻസ്. താങ്ക് യു ചേട്ടാ. എല്ലാവരും ലൈവ് പരമാവധി ഷെയർ ചെയ്യും. അതെ, ഷെയർ ചെയ്യും. നന്നായി സംഭവം നന്നായി പാടി. മോളെ നന്നായി പാടിയിട്ട് സുമിത നിലവിട്ടു. താങ്ക് യു ആൻറ്റി. സിരി ഹായ് അമ്മച്ചി. ഹലോ. മോളെ സൂപ്പർ. ഐ വിൽ ഗിവ് 5,000. ഷീലാൻഡി വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം ആൻറ്റി. എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടോ.
ശിലാന്റി പറഞ്ഞു കേട്ടോ 5000 ഐ വിൽ പേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആന്റി എന്ന് പറഞ്ഞാല് എന്നെ എന്താ പറയാ ടോപ്പ് സിംഗറിൽ മൊത്തം അവര് ശരിക്കും ഒരു അമ്മേനൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. അമ്മനൊക്കെ നല്ല അമ്മേനെ പോലെ തന്നെയാണ്. എന്താ എനിക്കിപ്പോ ഒരു ജലദോഷം വന്നാലും ഒക്കെ ഭയങ്കര സങ്കടം വരുന്ന ആളാണ്. പിന്നെ ആന്റി എനിക്ക് ഒരുപാട് ഗിഫ്റ്റും ഒക്കെ തന്നിട്ടുണ്ട്. ആന്റി ഖത്തറിലായിരുന്നു, ഇപ്പൊ ആന്റി നാട്ടിലുണ്ട്. അതാണ് ആന്റി. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത പാടാല്ലേ? അപ്പൊ ഞാൻ അടുത്ത പാട്ട് പാടാം. ना कुछ पूछा ना कुछ मांगा, तूने दिल से दिया जो दिया, ना कुछ बोला ना कुछ तोला, मुस्कुरा के दिया जो दिया, तू ही धूप तू ही छाया, तू ही अपना पराया, और कुछ ना जानू बस इतना ही जानू, तुझ में रब दिखता है यारा, मैं क्या करूं सजदे सर झुकता है यारा, मैं क्या करूं तुझ में रब दिखता है यारा, मैं क्या करूं सजदे सर झुकता है यारा, मैं क्या करूं. ടീം ദയ പബ്ലിസിറ്റി 100 റുപ്പീസ് ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സൗണ്ട് ക്ലിയർ അല്ല, റേഞ്ച് കിട്ടുന്നില്ല. സൗണ്ട് ക്ലിയർ അല്ലായുണ്ടോ എല്ലാവർക്കും? ഇവിടെ റേഞ്ചിന് കുഴപ്പമില്ല. ക്ലിയർ ആണ്. അപ്പോ അടുത്ത പാട്ട് ഞാൻ പാടാം. ജനാർദ്ദനൻ അങ്കിള് 100 രൂപ ഓഫർ ഹിന്ദി സൂപ്പർ പാട്ട്. താങ്ക് യു അങ്കിൾ, താങ്ക് യു. ഓക്കെ, തീർത്തതൊരു ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത പാട്ട് പാടാം കേട്ടോ. പരിഭവമരുതേ ഇനിയും പരിഭവമരുതേ സ്വാമി, ഇനിയും പരിഭവമരുതേ, അഭയമിരുന്നു വരുന്നൊരു സാധുവിൽ, അഭയമിരുന്നു വരുന്നൊരു സാധുവിൽ അഗ്നി പരീക്ഷണമരുതേ അരുതേ,
ഭാവമരുതേ. അപ്പോൾ എൻ്റെ ഓരോ പാട്ടും ആ 11 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷയും കൈവിടാണ്ട് നല്ല രീതിയിൽ ഈ ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. എല്ലാം പെട്ടെന്ന് മാറട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ദൈവം എന്തായാലും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒരുപാട് പേര് 1000 രൂപ, ആരോ ഒരാൾ 1000 രൂപ അയച്ചിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. മെസ്സേജ് നോക്കി എല്ലാ മോളെ പരിഭവം ഇല്ല. മോളോട് ദേവിക്ക് അനുഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് ദയാ ട്രസ്റ്റ് മരുന്ന് കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പാടാമെന്ന് ഒരുപാട് നന്ദി പോലെ. അയ്യോ, ഞാൻ അങ്ങോട്ടല്ലേ നന്ദി പറയേണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരു ഇതിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന തുക, ഞാൻ ഒന്നും കൂടി പറയാണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന തുക 500, 1000, 2000 നിങ്ങൾക്ക് പറ്റുന്നത് അയക്കുക. അക്കൗണ്ട് നമ്പർ ഉണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നിങ്ങൾ പോവുക, നമ്പറിലേക്ക് അയക്കുക കേട്ടോ. MG Anthony, very good message, Mom. Thank you so much. Vinu, hi, hello. അപ്പോ നമുക്ക് അടുത്ത പാട്ട് പാടാം അല്ലേ? അടുത്ത പാട്ട് എന്താ? നിലാപൊങ്കലായേലോ പാടടി നീ. ഓ നിലാപൊങ്കലായേലോ പാടടി നീ. ഓ മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ ഇടത്തോടു പോരും നാട്. കിളിപ്പാട്ട് തേനായി തുടിക്കുമീ നാട്ടിൽ കരിക്കാടി പോലും പാല്. തനിത്തങ്കവും കൊണ്ടേ പോകുന്നു ഞാനും. ഓ നിലാപൊങ്കലായേലോ പാടടി നീ. ഓ താരീഖ് TQ, സൂപ്പർ, താങ്ക് യു. ചീത്ത
പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? അപ്പം ഞാൻ ഒന്നും കൂടി പറയാം എന്താണ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന്. ആദ്യം വന്ന് ചിലവരാരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ്. പാലക്കാട് ഉള്ള പെരിങ്ങോട്ട് കുരിശിലുള്ള ഒരുപാട് പേര് കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അവരിപ്പം ഈ ലൈവിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉള്ളവർക്ക് അവരുടെ മരുന്ന് വാങ്ങിക്കാനുള്ള തുക സംഘടിപ്പിക്കാനുള്ളതാണ്. ഒരുപാട് വില കൂടിയ മരുന്നുകളാണ് അവർക്ക്. കാരണം ഈ അവയവമാറ്റം ചെയ്തവർക്ക് തുടർന്ന് ജീവിക്കണമെങ്കിൽ ഒരുപാട് നല്ല വിലയുള്ള മരുന്നുകൾ വേണം. ഇപ്പൊ പാവപ്പെട്ടവരാകുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസ ഒരു 100 രൂപയിൽ കുറയാതെ ഈ അക്കൗണ്ട് നമ്പറിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന തുക ദയവായിട്ട് അയക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അയക്കുക. അത് എന്താ പറയുക, അവരുടെ ജീവന് ഒരുപാട് വിലയുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ദയവ് ചെയ്ത് അയക്കുക. വിദ്യാസാഗർ കേശവ് മോളുടെ എക്സാം റിസൾട്ട് വന്നോ? ഇല്ല, എക്സാം റിസൾട്ട് വന്നിട്ടില്ല. വാലുവേഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കും മിക്കവാറും റിസൾട്ട് വരുന്നുണ്ടാവും. മോളു പ്ലീസ് സീ ദ റിക്വസ്റ്റഡ് സോങ്സ് ഇൻ കമന്റ്. കാണാം. അപ്പൊ ഞാൻ കുറെ പറത്താനും പാടിയൊക്കെ പോകുമ്പോ കുറെ പാട്ട് പോകുന്നുണ്ട്. പറയുന്ന പാട്ടാണെങ്കിലും ഞാൻ പാടിത്തരാം. അധികം ഞാൻ എന്താ പാടാന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് മൈൻഡിൽ എടുത്ത് പാടല്ലേ. കാരണം കേട്ടിട്ടൊക്കെ ഉള്ള പരിചയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറെ മുമ്പ് പാടിയതായിരിക്കും. അപ്പൊ ലിറിക്സും ട്യൂണൊക്കെ ചിലപ്പോൾ മാറിപ്പോകാൻ അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിപ്പോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഭയങ്കര വിഷമായിരിക്കും. ഞാൻ എന്താ അങ്ങനെ പാടിയത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പാടാത്തത്. പിന്നെ വലിയ വലിയ ആൾക്കാരുടെ പാട്ടുകളൊക്കെ ആയിരിക്കും. അപ്പൊ ഞാനതങ്ങനെ ഒരു പൊട്ടത്തരം പാടിയ അത് ഭയങ്കര സങ്കടമാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പാടാത്തത്. പക്ഷെ എന്തായാലും അറിയുന്ന പാട്ടാണെങ്കിൽ ഞാൻ എന്തായാലും പാടിത്തരാം. ഞാൻ ടോപ്പ് സിംഗറിൽ പാടിയ പാട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഞാൻ ഓർമ്മയുള്ള പോലെ പാടിത്തരാം. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നോട് പഞ്ചവർണ്ണത്തത്ത പോലെ പാടാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് പാടിത്തരാം. പഞ്ചവർണ്ണ വിരുദ്ധം പറഞ്ഞു. പൂക്കാത്ത മാവിന്റെ കായ്ക്കാത്ത കൊമ്പത്തെ കണ്ട കനിയാണ് പെണ്ണ്. പൂക്കാത്ത മാവിന്റെ കായ്ക്കാത്ത കൊമ്പത്തെ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടിൻ നെഞ്ചു കവരണ പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടിൻ നെഞ്ചു കവരണ പൊന്നേ. പഞ്ചസാര വാക്കുകൊണ്ടിൻ നെഞ്ചു കവരണ പൊന്നേ. പഞ്ചവർണ്ണ
തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണെ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തകരണ പൊന്നേ. തകരണെന്നാണ് കവരണെന്നല്ല. അതാ ഞാൻ പറഞ്ഞ ഒരു വരിയൊക്കെ ചിലപ്പോൾ ഓരോ വാക്കൊക്കെ നമ്മളെ ഓർമ്മ ഇല്ലാത്തോണ്ട് ഇങ്ങനെ മാറിപ്പോണതാണ്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കാം. വിദ്യാസാഗർ കേശവ്, ഗുഡ് പ്രോഗ്രഷൻ ഓഫ് സംഗതീസ്. താങ്ക് യു സോ മച്ച്. ഈ പാട്ട് എനിക്ക് ടോപ്പ് സിംഗറിൽ ആദ്യമായിട്ട് ഗോൾഡൻ ക്രൗൺ കിട്ടിയ പാട്ടായിരുന്നു ഇപ്പം ലാസ്റ്റ്. അപ്പോൾ ഈ പാട്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ഓർമ്മയുള്ള പാട്ടാണ്. കാരണം ഞാൻ പാടിയപ്പോഴത്തേക്കും അവിടുത്തെ അങ്കിൾമാർ MG അങ്കിളും ഒക്കെ ഒരുപാട് നല്ല കമന്റ്സ് പറഞ്ഞു. അപ്പോൾ ഇതെപ്പോഴും എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പം അടുത്തത് ഞാൻ പാടാൻ പോണ പാട്ട് SPB സാറിൻ്റെ ഒരു പാട്ടാണ്. സാറ് നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം സാറിന്റെ ശബ്ദവും സാറിനെയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ സാറിന്റെ ഒരു പാട്ടാണ് പാടുന്നത്. മോഹൻദാസ് നിലവാണച്ചോലയിൽ പ്രദർശനം താച്ച് നമ്മൾ സോറി ഒന്നും പറയണ്ട, മനസ്സിലായി. താങ്ക് യു ആൻറ്റി. അങ്കിളാണ്. പെട്ടെന്ന് ഞാൻ രാധ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറഞ്ഞതാണ്. അങ്കിള് എപ്പോഴും എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആള്. പക്ഷെ പറഞ്ഞപ്പോ പെട്ടെന്ന് മാറിപ്പോയതാണ്. അന്ന് വിചാരിക്കട്ടെ. താങ്ക് യു അത് സൂപ്പർ സോങ്. താങ്ക് യു ജിഷി. എനിക്ക് അടിപൊളി മോട്ടിങ്. താങ്ക് യു VM പ്രസാദ് നീലാണ് സൂപ്പർ. താങ്ക് യു അപ്പു താരകൻ സൂപ്പർ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസ, അതായത് 500 1000 100 കുറയാത്ത നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എത്രയും പൈസ ഈ അക്കൗണ്ട് നമ്പറിൽ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിട്ട അക്കൗണ്ട് നമ്പറിൽ ചെന്നിട്ട് അയക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം അവരോടൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരോടൊക്കെ സഹായം ചോദിക്കുക.
അർജുനൻ മാസ്റ്ററുടെ അടുത്ത് പോയപ്പോൾ പാടിയ പാട്ട് അതേതായിരുന്നു? സപ്തസ്വരങ്ങളാണ്. അപ്പം ഞാൻ അർജുനൻ മാഷിന്റെ അടുത്ത് പോയ ഒരു അനുഭവം പറയാം. ടോപ്പ് സിംഗറിൽ ഉണ്ടായിരുന്ന സമയത്താണ് പോയത്. ഞങ്ങൾ കുറച്ച് കുട്ടികളാണ് പോയത്. അപ്പൊ അന്ന് സാറിനെ കാണാൻ വേണ്ടി പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സാറിന്റെ വീട്ടിൽ പോയപ്പോ എന്താ വെച്ചാൽ ഒരു ഭയങ്കര ഒരു എനർജിയാണ്, പോസിറ്റീവ് എനർജി ഒക്കെ. പിന്നെ അന്ന് എനിക്കാണെങ്കിൽ സാറിനെ കണ്ടപ്പോഴത്തേക്ക് ആകെ കൂടെ ഭയങ്കര പേടിയായി. അപ്പൊ ഞാൻ പഠിച്ച പാട്ട് സപ്തസ്വരങ്ങളാണ്, സാറിന്റെ പാട്ടാണ്. അപ്പൊ എന്നോട് പഠിക്കാനൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ വണ്ടിയിൽ വെച്ചിരുന്നിട്ട് കുറെ പ്രാവശ്യം കേട്ടൊക്കെ ചെയ്തു. പക്ഷെ അവിടെ വീട്ടിലെത്തി സോഫയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പാട്ട് മൊത്തം മറന്നു. സാറിനൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയോ ആയി, ഭയങ്കര ടെൻഷനായി. അപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പഠിച്ച പാട്ട് അപ്പൊ അതിനുവേണ്ടി പഠിച്ചതായിരുന്നു. അപ്പൊ എനിക്ക് തീരെ കോൺഫിഡൻസ് കിട്ടില്ല. അപ്പൊ എനിക്ക് ആകെ കൂടി ടെൻഷനായിട്ട് ഞാൻ വരിയും പാട്ടും ഒക്കെ മറന്നുപോയി. എന്നിട്ട് ഞാൻ അവിടെ ഞങ്ങളെ ചെന്ന സനൂപേട്ടൻ്റെ അടുത്ത് ഫോണൊക്കെ ചോദിച്ചു, ഒന്നും കൂടി ഒക്കെ കേട്ടു. പക്ഷെ എന്നിട്ടും ഞാൻ മറന്നുപോയി. അപ്പൊ സാറ് പാടാൻ പറഞ്ഞു എല്ലാരും പാടി. അങ്ങനെ ഞാൻ എന്റെ സമയം എത്തിയപ്പോ ഞാനും പാടി. ഞാൻ പാടി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വരി മറന്നു, ട്യൂണും മറന്നു, ഇങ്ങനെയായി. അപ്പൊ സാറ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ സാറിനോട് പറഞ്ഞു, അയ്യോ സാർ, ഞാൻ സാറിനെയൊക്കെ കണ്ടപ്പോഴത്തോടു കൂടി ഞാൻ ഒക്കെ മറന്നുപോയി, പാട്ടാകെ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, മറന്നു പോകാണ്ടിരിക്കാൻ എന്നും സാധകം ചെയ്യണം. അപ്പൊ അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര നല്ലൊരു ഓർമ്മയായിരുന്നു. സാറിനെ കാണാൻ പറ്റി, സാറിന്റെ വൈഫിനെ കാണാൻ പറ്റി. അവർ കുറെ പേരും സാറിന്റെ ഒരുപാട് അവാർഡുകളും സാറിന്റെ കുറെ ഓർമ്മകളും ഫോട്ടോകളും കുറെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് വേറെ തന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോയി കണ്ടു. ഒരുപാട് സന്തോഷം. ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഇതാണ്. സാറിപ്പ് ഇല്ലെങ്കിലും ഒരുപാട് ആ ഓർമ്മകൾ എപ്പോഴും മനസ്സിലുള്ള കുറെ ഓർമ്മകളുണ്ട്. പിന്നെന്താ, സപ്തസ്വരങ്ങൾ പാടാൻ പറഞ്ഞു. സപ്തസ്വരങ്ങളാടും സ്വർഗപ്രവാഹിനി, സ്വപ്നങ്ങൾ നാദമാക്കും നൃത്തമായാവിനി, ഓംകാരനാദത്തിൻ ഗിരിശൃംഗത്തിൽ നിന്നും, ഓംകാരനാദത്തിൻ ഗിരിശൃംഗത്തിൽ നിന്നും ആധാരമായൊഴുകും ആദകല്ലോലിനെ, സപ്തസ്വരങ്ങളാടും സ്വർഗപ്രവാഹിനി, സ്വപ്നങ്ങൾ നാദമാക്കും നൃത്തമായാവിനി. ഒരു പാട്ട് അപ്പൊ ഞാൻ ഒരു പാട്ടും കൂടി പാടിയിട്ട് നിർത്താന്ന് വിചാരിച്ചു. ലാസ്റ്റ് നമ്മുടെ ഈ കോവിഡിന്റെ ഈ രീതിയിലിരിക്കുന്ന സമയത്ത് ഈ പാട്ട് എനിക്കൊക്കെ ഒരു ഇതായിരിക്കും വിചാരിക്കുന്നു. ലോകമിന്നൊരു തറവാടായി കോവിട്ടാണതിനെതിരാളി, ജാതികൾ വേണ്ട, മതങ്ങൾ വേണ്ട, മനുഷ്യരായി മാറാം, നമുക്കു മനസ്സാലും നിൽക്കാം, നമുക്കു മനസ്സാൽ ഒരുമിക്കാം. ലോക സമസ്ത
അടുത്തുകൊണ്ടേ അകന്നിരിക്കാം ആശ്വാസത്തിൻ നാളേക്കായി പാലിച്ചിടാം ചിട്ടകളെല്ലാം കുരുതി ജയിക്കാൻ വൈറസിനെ ലോക സമസ്ത സുഖിനോ ഭവന്തു ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ പാട്ട് കേട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ ഈ ലൈവിൽ എൻ്റെ കൂടെ കൂടിയതിൽ. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, പൈസ അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഇനിയും അയക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ഒരു 100 രൂപയിൽ കുറയാതെ എന്താണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുള്ള അക്കൗണ്ട് നമ്പറിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറിൽ അയച്ചു കൊടുക്കുക. പിന്നെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും, ദയ ചാരിറ്റബിൾ ട്രസ്റ്റിനും ബാക്കി എല്ലാവർക്കും, എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി എന്തായാലും അടുത്തൊരു ലൈവിൽ നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ശരി, താങ്ക്സ്.